നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിന്റെ പുതിയ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധ സതീഷിന്റെ മരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ആദ്യമേ തന്നെ പ്രിയ സഹോദരി ശ്രദ്ധ സതീഷിന്റെ മരണത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജസ്റ്റിസ് ഫോർ ശ്രദ്ധ. ശ്രദ്ധയ്ക്ക് തീർച്ചയായും നീതി ലഭ്യമാക്കണം. അതിനുള്ള അന്വേഷണത്തിലാണ് കേരള പോലീസ്. എന്നാൽ ആ ഒരു മുദ്രാവാക്യത്തെ മറയാക്കി കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ സംഘടിതമായ ചില നീക്കങ്ങളാണ്, ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ശ്രദ്ധയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ആരോപണങ്ങളുടെ ഒരു പുകമറ സൃഷ്ടിച്ച് വൈദികർക്കെതിരെയും സന്യസ്തർക്കെതിരെയും വലിയ രീതിയിലുള്ള ഗൂഢതന്ത്രങ്ങളാണ്, ഗൂഢശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ സമര കോലാഹലങ്ങളിൽ അരങ്ങേറിയത്. ശ്രദ്ധയുടെ മരണം, അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, അമൽജ്യോതി കോളേജിൽ അരങ്ങേറിയ സമര പരമ്പര, അതിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ ഈ പുതിയ സെഗ്മെന്റ് നടത്തുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ. അരുൺ, 2023 ജൂൺ മാസം 2-ാം തീയതിയാണ് ശ്രദ്ധയുടെ ഒരു മരണം നടക്കുന്നത്. ഈ ജൂൺ 1-ാം തീയതി, അതിനു മുമ്പ് 30 ദിവസത്തോളം കോളേജ് വെക്കേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം അവരവരുടെ വീട്ടിലായിരുന്നു. വീട്ടിലെ വെക്കേഷന് ശേഷം ജൂൺ മാസം 1-ാം തീയതി ശ്രദ്ധ കോളേജിലേക്ക് എത്തുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെയാണ് ശ്രദ്ധ കോളേജ് ക്യാമ്പസിൽ എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ജൂൺ മാസം 2-ാം തീയതി ഈ കോളേജ് ലാബിൽ നടന്ന ഒരു സംഭവം, അതാണ് പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധയെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സംഭവമായി പലരും ആരോപിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ശ്രദ്ധ അന്ന് ലാബിൽ അറ്റൻഡ് ചെയ്യുന്നു. ഈ ലാബിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുന്നു, പല പ്രാവശ്യം വാൺ ചെയ്യുന്നു. പിന്നീട് ലാബ് ഇൻസ്ട്രക്ടർ ആ മൊബൈൽ പിടിച്ചെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ടീച്ചറിനെ മൊബൈൽ ഏൽപ്പിക്കുന്നു. ടീച്ചർ HOD-യെ ഏൽപ്പിക്കുന്നു മൊബൈൽ ഫോൺ. പിന്നീട് ഈ HOD-യുടെ റൂമിൽ നടന്ന ചില സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വളരെയധികം ഒരു ആരോപണം ഈ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്, അല്ലെ? അതെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതേ ദിവസം തന്നെയാണ്, അതായത് ജൂൺ 1-ാം തീയതി തന്നെയാണ് ശ്രദ്ധയുടെ സെമിസ്റ്റർ എക്സാമിന്റെ 3-ാമത്തെ സെമിസ്റ്ററിന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിലും ശ്രദ്ധ പല വിഷയങ്ങളിലും ഫെയിലാണ്. മുൻപത്തെ 1-ാമത്തെയും 2-ാമത്തെയും സെമിസ്റ്ററിലും ഫെയിലാണ്. പക്ഷെ അതിനേക്കാൾ ഒരല്പം കൂടി മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് 3-ാം സെമിസ്റ്ററിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധയുടെ ഒരു അക്കാഡമിക് ഒരു ബാക്ക്ഗ്രൗണ്ട് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 10th-ലും പ്ലസ്-2-ലും വളരെ ഉന്നതമായിട്ടുള്ള ഒരു വിജയം കൈവരിച്ച കുട്ടിയാണ് ശ്രദ്ധ. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയ്ക്ക് ആ കാലഘട്ടത്തിൽ ലഭിച്ച പുരസ്കാരങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പല മാധ്യമങ്ങളിൽ നാം കണ്ടതാണ്. പക്ഷെ പിന്നീട് ബിടെക് പഠനത്തിന്, ഈ ഫുഡ് ടെക്നോളജി ആ ഒരു പഠനത്തിന്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കാലെടുത്ത് വെച്ചപ്പോൾ ഒരു തോൽവിയുടെ ഒരു തിരിച്ചടി ശ്രദ്ധയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സെമിസ്റ്റർ 1-ലായിക്കോട്ടെ, സെമിസ്റ്റർ 2-ലായിക്കോട്ടെ, നേരത്തെ അരുൺ പറഞ്ഞ സെമിസ്റ്റർ 3-ലായിക്കോട്ടെ, അതായത് ജൂൺ 1-ാം തീയതി വന്ന ആ ഒരു റിസൾട്ടിലായിക്കോട്ടെ. ജൂൺ 1-ാം തീയതി വന്ന റിസൾട്ടിൽ ഭേദപ്പെട്ട ഒരു പ്രകടനം ശ്രദ്ധയ്ക്ക് കാഴ്ചവെക്കാനാകുന്നുണ്ട്. പക്ഷെ ആ റിസൾട്ടിൽ പോലും പല തിരിച്ചടികളും പല തോൽവികളും സപ്ലികളും ശ്രദ്ധയ്ക്ക് നേരിടേണ്ടി വരുന്നു. പക്ഷെ ഇതൊന്നും ശ്രദ്ധയെ ബാധിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വീട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ പ്രതികരണങ്ങളിൽ നിന്നും ക്ലാസ്മേറ്റുകളുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊന്നും ശ്രദ്ധയെ ബാധിച്ചിട്ടില്ല. കാരണം ശ്രദ്ധ ഇത് പലവട്ടം നേരിട്ട കേസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെമിസ്റ്റർ 3-ലെ തോൽവിയും അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെ, കാരണം ശ്രദ്ധയുടെ പിതാവ് നൽകിയ പ്രതികരണത്തിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരു തോൽവി നേരിട്ടു എന്നതിന്റെ പേരിൽ ശ്രദ്ധ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ശ്രദ്ധ. മാത്രമല്ല ഏകദേശം നമ്മൾ ആ ഒരു സപ്ലിയുടെ എണ്ണം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 12ഓളം സപ്ലിമെന്ററി പേപ്പർ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ശ്രദ്ധയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തോൽവി നേരിട്ടതിന്റെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു മനക്കരുത്തില്ലാത്ത കുട്ടിയാണ് ശ്രദ്ധ എന്ന് ഫ്രണ്ട്സ് ആരും പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാരണം കൂടി, അതായത് മൊബൈൽ പിടിക്കുന്നതും ഇത് ആദ്യമായിട്ടല്ല. മൊബൈൽ ഇതിനു മുമ്പ് പലതവണ ശ്രദ്ധയുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്, മിസ്യൂസിന് വേണ്ടി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കോളേജ് ക്യാമ്പസിലും പിടിച്ചിട്ടുണ്ട്, ഹോസ്റ്റലിലും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു കാരണമായിട്ട് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ മൊബൈൽ യൂസേജുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ മൊബൈൽ മിസ്യൂസ് ആണ് കോളേജ് മാനേജ്മെന്റ് ബാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കോളേജ് ക്ലാസ് റൂമുകളിൽ, ലാബുകളിൽ, ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ റൂമുകളിൽ വൈകിട്ട് 4:30 മുതൽ 8:00 വരെ മൊബൈൽ യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. ഈ കോളേജ് ക്യാമ്പസിലൊക്കെ മൊബൈൽ യൂസ് ചെയ്യാം. മൊബൈൽ മിസ്യൂസ് ആണ്
കോളേജ് മാനേജ്മെന്റ് ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമര കോലാഹലങ്ങളൊക്കെ ഉണ്ടായി പലരും പറയുകയുണ്ടായി, മൊബൈൽ യൂസേജുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഇതാണ് ശരിക്കും അവിടുത്തെ ഒരു യാഥാർത്ഥ്യം ഇതാണ്. പിന്നീട് ഈ ജൂൺ 2-ാം തീയതി ഏകദേശം 2 മണിക്ക് ശേഷമാണ് ഈ ലാബിന്റെ വർക്കുകൾക്കായിട്ട് ലാബിലേക്ക് ശ്രദ്ധ വരുന്നത്. സഹപാഠികളുണ്ട്. അപ്പോൾ ആ ലാബിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പറയുന്നത് ഈ കുട്ടികളിൽ നിന്ന് ലഭിച്ച പ്രതികരണം, മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ച പ്രതികരണം, അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ലാബിൽ ശ്രദ്ധ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ പോയിന്റിൽ തന്നെ, ആ ഒരു പീരീഡിൽ തന്നെ, ഈ ലാബിലെ ആ ഒരു വർക്കിന്റെ സമയത്ത് തന്നെ ഏകദേശം 2ഓളം തവണ ഈ മൊബൈൽ യൂസേജുമായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടും ഈ മൊബൈൽ യൂസേജ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലാബ് ഇൻസ്ട്രക്ടർ ശ്രദ്ധയുടെ നിന്ന് മൊബൈൽ മേടിക്കുന്നു. അത് ടീച്ചർക്ക് കൊടുക്കുന്നു. ടീച്ചർ അത് HOD ഏൽപ്പിക്കുന്നു. അപ്പോൾ HOD ഏൽപ്പിച്ച ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ മൊബൈൽ തിരിച്ചു മേടിക്കാനായി HODയുടെ റൂമിലേക്ക് ശ്രദ്ധ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ HOD ഉണ്ട്, ഒപ്പം തന്നെ ഒരു അധ്യാപകൻ കൂടി ആ റൂമിലുണ്ട്. അപ്പോൾ അമൽജ്യോതി കോളേജിന്റെ ഒരു പ്രോട്ടോകോൾ, അമൽജ്യോതി കോളേജിന്റെ മാത്രമല്ല മറ്റേത് കോളേജിന്റെ ഒരു പ്രോട്ടോകോൾ ആയിക്കോട്ടെ, അവിടെ ഒരു മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ആ കോളേജിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ മൊബൈൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അത് പേരൻസിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ മൊബൈൽ തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, സാധാരണ മൊബൈൽ പിടിച്ചതിന് ശേഷം പിന്നീട് വീട്ടുകാരെ അറിയിച്ചതിന് ശേഷം മൊബൈൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ മൊബൈൽ പിടിച്ചെടുത്തതിന് ശേഷം പേരൻസ് വന്നു കഴിഞ്ഞാലാണ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിബന്ധനയും കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ HODനെ കുറിച്ച് അനൂപ് രാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കുറിച്ച് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അഭിപ്രായം, അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്, ഒരു സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്. കുട്ടികളെ വഴക്ക് പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല. അത് അത്രയും സൗമ്യനായ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് കുട്ടികൾ തന്നെ പറയുന്നത്. അവിടെ ഈ HOD സംസാരിച്ചൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഈ മൊബൈൽ പിടിച്ചെടുത്തു, ശ്രദ്ധ HODയുടെ റൂമിലേക്ക് വരുന്നു. അപ്പോൾ HOD ഒരു ഉപദേശം കൊടുക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതായത് ഈ തലേദിവസം S3യുടെ റിസൾട്ട് വന്നു, S1ന്റെയും S2ന്റെയും ഒക്കെ റിസൾട്ട് മുമ്പിലുണ്ട്. അപ്പോൾ ഇത്രത്തോളം റിസൾട്ട് മോശമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ മൊബൈലിൽ സമയം ചെലവഴിച്ച് പഠനത്തിന്റെ സമയം നഷ്ടപ്പെടുത്താതെ കാര്യങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന തരത്തിലുള്ള ഒരു ഉപദേശമാണ് HOD നൽകിയത്. മാത്രമല്ല HOD ക്യാരക്ടർ അരുൺ സൂചിപ്പിക്കുകയുണ്ടായി, വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കാർക്കശ്യത്തോടുകൂടി കാടടിച്ച് അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല. അത് കൃത്യമാണ്, അത് പലരിലും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ HOD ശ്രദ്ധയുടെ ഫാദറിനെ വിളിക്കുന്നുണ്ട് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ശ്രദ്ധ മുമ്പിലുണ്ട്, മറ്റൊരു അധ്യാപകനുണ്ട്. പക്ഷേ ഫാദറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നീട് ശ്രദ്ധ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സ് താഴെ മാത്രമാണ് HOD റൂമിൽ ഒരു സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതെ, നമുക്ക് അവിടെ CCTV ക്യാമറകളും ഉണ്ടല്ലോ. ഏകദേശം ഒരു 10 മിനിറ്റ് താഴെയാണ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത്. ആ സംസാരത്തിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഫാദറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധ പറഞ്ഞ ചില കാര്യങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ശ്രദ്ധയ്ക്ക് ആ HODയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവള് ആകെ മാനസികമായിട്ട് തളർന്നുപോയി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വായിൽ നിന്ന് വന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഈ കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ യഥാർത്ഥത്തിലുള്ള ഒരു കണ്ടന്റ് എന്താണ്, യഥാർത്ഥ വാക്കുകൾ എന്താണ് ശ്രദ്ധ കുട്ടികളോട് പറഞ്ഞത് എന്ന കാര്യം കൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറങ്ങിയതിന് ശേഷം അടുത്ത ഫ്രണ്ടിനോട് അല്ലെങ്കിൽ സഹപാഠികളോട് ഒരു വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ആ വ്യക്തി രണ്ടാമതൊരാളോട് പറയുമ്പോൾ ആ ഒരു സെയിം ആശയം തന്നെയാണ് രണ്ടാമത്തെ വ്യക്തിയോട് കൈമാറിയത്. ഈ രണ്ടാമത്തെ വ്യക്തി മൂന്നാമത്തെ ആളോട് പറയുമ്പോൾ ഈ ശ്രദ്ധ പറഞ്ഞ അതേ ആശയം തന്നെയാണ് മൂന്നാമത്തെ വ്യക്തിയിൽ എത്തിയത് എന്നൊരു കാര്യം കൂടി സ്വാഭാവികമായിട്ടും സാധാരണ നടക്കാറുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിച്ചു എന്നല്ല, സംഭവിക്കാൻ സാധ്യത. ഈ കുട്ടികൾ ആ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നതിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തായാലും HODയുടെ റൂമിൽ വന്നതിന് ശേഷം ശ്രദ്ധയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. HODയുടെ റൂമിൽ ഹരാസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നാണ് കുട്ടികളുടെയും മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പോലീസ് അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, അവിടെ മറ്റൊരു അധ്യാപകനും ആ സ്ഥലത്ത് തന്നെയുണ്ട്, അതേ റൂമിൽ തന്നെയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുടെ മൊഴികളിൽ നിന്ന് പിന്നെ അവർ സ്പെൻഡ് ചെയ്ത സമയം, ഈ സമയത്തിനുള്ളിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു സംഭാഷണമോ ഹരാസ്മെന്റ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഏത് അന്വേഷണം മാനേജ്മെന്റ് സ്വാഗതം ചെയ്യുന്നുണ്ട്. HODയെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ഒരു സേഫ് സോണിലാക്കാനോ ഉള്ള ഒരു ശ്രമങ്ങളൊന്നും മാനേജ്മെന്റ് നടത്തുന്നില്ല. ഏത് അന്വേഷണത്തെയും മാനേജ്മെന്റ് സ്വാഗതം ചെയ്യുന്നുണ്ട്. HODയുടെ മൊഴി എടുത്തുണ്ട്. അപ്പോൾ കൃത്യമായ പോലീസ് അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. പക്ഷെ മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ മൊബൈൽ പിടിച്ചെടുത്തതിന് ശേഷമാണ് ശ്രദ്ധ അസ്വസ്ഥയായത് എന്ന് സഹപാഠികൾ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷണം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാകാം. പക്ഷേ പോലീസ് അന്വേഷണം കുറെ കൂടി ആ മൊബൈലിലെ ആ ഒരു കണ്ടന്റ്, ആ മൊബൈലിലൂടെ ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഹരാസ്മെന്റ് മൊബൈൽ ത്രൂ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ആ മൊബൈൽ പിടിച്ചെടുത്തത് കൊണ്ടാണോ ശ്രദ്ധ ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥയായത്? കാരണം നേരത്തെ പല തവണയും മൊബൈലുമായി ബന്ധപ്പെട്ട് ഈ മൊബൈൽ പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ
ആ സാഹചര്യത്തിലൊന്നും ഇത്തരത്തിലുള്ള ഈ ദാരുണമായ ഒരു സംഭവം ഒന്നും ആ സാഹചര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ള മാനസികമായ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മൊബൈലിലെ കണ്ടന്റ് കൃത്യമായി തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. മൊബൈലിലൂടെ ആരെങ്കിലും ശ്രദ്ധയെ ഭയപ്പെടുത്തുകയോ മാനസികമായ ഒരു ഹരാസ് ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കും. എന്ത് തന്നെയായാലും ശ്രദ്ധയുടെ ലാപ്ടോപ്പും മൊബൈലും പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. തീർച്ചയായിട്ടും ഈ കേസ് പരിശോധിക്കുമ്പോൾ ആ മൊബൈലിന് പ്രധാനപ്പെട്ട ഒരു റോള് നമുക്ക് കാണുന്നുണ്ട്. ആ മൊബൈൽ എന്തോ അസ്വാഭാവികമായിട്ടുള്ള, അത് മറ്റാരെങ്കിലും കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധയുടെ പ്രൈവസിനെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നതുമായ ഒരു കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. അതെ, അത് തീർച്ചയായും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ആ കാര്യത്തെക്കുറിച്ച് നടക്കേണ്ടതുണ്ട്. പിന്നീട് ഏകദേശം വൈകിട്ട് 4:30 കൂടി ശ്രദ്ധ ഹോസ്റ്റൽ റൂമിലേക്ക് വരുന്നു. അപ്പോൾ ഹോസ്റ്റൽ റൂമിൽ എത്തിയതിനു ശേഷമുള്ള ഒരു കാര്യം, ശ്രദ്ധയുടെ ഒരു ബിഹേവിയർ നമുക്ക് അറിയാൻ സാധിച്ചത്, ശ്രദ്ധ ഹോസ്റ്റൽ റൂമിൽ എത്തിയതിനു ശേഷം കിടന്ന് ഉറങ്ങുകയായിരുന്നു. കാരണം ഏകദേശം 6:30 കൂടി ശ്രദ്ധയുടെ അമ്മ റൂംമേറ്റിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ശ്രദ്ധയുടെ മൊബൈൽ ഓൾറെഡി HODയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ റൂംമേറ്റിനെ വിളിക്കുന്നു. അപ്പോൾ റൂംമേറ്റ് ശ്രദ്ധയോട് പറയുന്നു അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുകയാണ്, സംസാരിക്കുന്നില്ല, അമ്മയോട് സംസാരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശ്രദ്ധ സ്ഥിരമായിട്ട് ആ സമയത്ത് ഉറങ്ങുന്ന ഒരു ക്യാരക്ടർ റൂംമേറ്റ്സ് തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും ക്ലാസ്സിലും ഉറങ്ങാറുള്ള ഒരു സ്വഭാവം ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. പലപ്പോഴും ആ കാര്യങ്ങൾ കോളേജ് അധ്യാപകർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവള് ആ രാത്രി കൂടുതൽ സമയം പഠിക്കാനായിട്ട് സമയം ചെലവഴിക്കുന്നതുകൊണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ഈ അമ്മ വിളിച്ച 6:30 ആ സമയത്ത് ശ്രദ്ധ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല? ഒരു പക്ഷേ ശ്രദ്ധയുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൂടി കൊണ്ട് ആയിരിക്കാം അമ്മയോട് സംസാരിക്കാനായിട്ട് മടി കാണിച്ചത്. അതല്ലെങ്കിൽ അമ്മയെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ശ്രദ്ധ ആ സമയത്ത് ഫോണിൽ നിന്ന് ഒഴിവാകുന്നത്. എന്തായാലും അവിടുത്തെ റൂം മേറ്റുകൾക്ക് ഒരിക്കലും ശ്രദ്ധയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധ HODയുടെ റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അസ്വാഭാവികത പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ റൂംമേറ്റ്സ് അങ്ങനെ ഒരു അസ്വാഭാവികത അവർക്ക് ഫീൽ ചെയ്തില്ല. പിന്നീട് ഏകദേശം ഒരു 7:30 കൂടി ഈ റൂംമേറ്റ്സ്, ശ്രദ്ധയുടെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ് ഹാളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അവർ ശ്രദ്ധയോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രദ്ധ അപ്പോഴും കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട് വരുന്നില്ല, എനിക്ക് അല്പം ചൂടുവെള്ളം തന്നാൽ മതി എന്ന് ശ്രദ്ധ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റൂംമേറ്റ്സ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരുന്നു, ശ്രദ്ധയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ ഏകദേശം ഒരു 7:45 ഏകദേശം ടൈം 7:45. അപ്പോൾ ആ ചൂടുവെള്ളം മേടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ ശ്രദ്ധ കിടക്കുന്ന റൂമിൽ ഇരുട്ടാണ്. അപ്പോൾ ശ്രദ്ധേനെ അവർ കാണുന്നില്ല. ഒരു വാതിലിന്റെ ഒരു പാളി മാത്രം തുറന്ന് ശ്രദ്ധ ആ ഒരു വെള്ളം മേടിക്കുന്നു. സാധാരണ ശ്രദ്ധ ഇങ്ങനെ ഉറങ്ങാറുള്ള കാരണം അവർക്ക് ആ ഒരു ഘട്ടത്തിൽ റൂംമേറ്റ്സിനൊന്നും ഒരു അസ്വാഭാവികത തോന്നിയില്ല. പിന്നീട് ഈ റൂംമേറ്റ്സ് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഏകദേശം ഒരു 8:15 അവർ റൂമിൽ തിരിച്ചെത്തുന്നു. റൂമിൽ തിരിച്ചെത്തുമ്പോഴും ആ സമയത്തും ആ റൂമിൽ ഇരുട്ടാണ്, ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല, ലൈറ്റ് ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവർ ഡോറിൽ തട്ടുന്നുണ്ട്. ആദ്യം വന്ന കുട്ടിയാണ് ഡോറിൽ തട്ടുന്നത്. പിന്നെ ശ്രദ്ധ തുറക്കാതെ കണ്ടപ്പോൾ ഉറങ്ങുകയായിരിക്കുന്ന വെച്ചാൽ ആ കുട്ടി മാറിപ്പോയി. അതിനുശേഷം രണ്ടാമത് വന്ന കുട്ടി ഡോറിൽ തട്ടുന്നു. പക്ഷെ ശ്രദ്ധ തുറക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. തൊട്ടപ്പുറത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു. അവര് അപ്പുറത്തുള്ള കസേര എടുത്ത് കസേരയിൽ കയറി നിന്ന് റൂമിലേക്ക് നോക്കുകയാണ്. റൂമിലോട്ട് നോക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റിന്റെ, അവിടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ഒരു തുണി ഫാനും വന്ന് ഞാൻ എടുക്കുന്നതായിട്ടുള്ള അത്ര ഭാഗം മാത്രമേ അവർക്ക് അതിലൂടെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അവിടെ എല്ലാവരും അറിയാണ്. എല്ലാവരും കൂടി വരുന്നു, ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. ഈ ഡോറ് തള്ളി തുറക്കുമ്പോൾ ആ സമയത്ത് ഈ ഹോസ്റ്റൽ വാർഡൻ ആരെങ്കിലും അവരെത്തിയിട്ടുണ്ട്. അവരും എത്തിയിട്ടുണ്ട്. അവരറിഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുട്ടികൾ തന്നെയാണ് ഡോറ് തുറക്കുന്നത്. പക്ഷെ തുറന്നു കഴിഞ്ഞതിന് ശേഷം ആർക്കും അകത്ത് പ്രവേശിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അകത്ത് പ്രവേശിച്ചത് റിൻസി, അവിടുത്തെ ഹോസ്റ്റലിന്റെ രാത്രിയിലത്തെ ചാർജ് ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫാണ്. അതുപോലെ തന്നെ ഷോളി എന്ന് പറഞ്ഞ സിസ്റ്റർ, പിന്നെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്, അവള് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ച് ഈ ലേഡീസ് ഹോസ്റ്റലിന്റെ അധികൃതർ ബന്ധപ്പെട്ട വൈദികരെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. മാനേജർ അച്ഛനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഹോസ്റ്റൽ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ജിൻസച്ചനെ അറിയിക്കുന്നുണ്ട്. ജിൻസച്ചൻ ഹോസ്റ്റലിന്റെ മെയിൻ ഡയറക്ടർ റോബിനച്ചനെ അറിയിക്കുന്നുണ്ട്. റോബിനച്ചൻ ആ ഒരു സമയത്ത് മെൻസ് ഹോസ്റ്റലിലാണ്. അച്ഛൻ വളരെ വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുന്നു. അച്ഛൻ വരുമ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അച്ഛൻ ഡോറ് മുട്ടുന്നു, അവർ അകത്തുള്ളവർ ഡോറ് തുറക്കുന്നു. അച്ഛൻ ഉടനെ തന്നെ ആ കുട്ടിക്ക് ശ്രദ്ധയ്ക്ക് ഒരു CPR കൊടുക്കുന്നു. സാധാരണ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മിനിറ്റിനുള്ളിലാണ് മരണം സംഭവിക്കാറുള്ളത്. തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിലയ്ക്കുകയും അതുമൂലം മസ്തിഷ്ക മരണത്തിലേക്ക് കടക്കുകയും, പക്ഷെ ആ സമയത്തും ഹാർട്ട് ബീറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോടുകൂടി പൂർണ്ണമായിട്ടും ഹാർട്ട് ബീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലയ്ക്കും. അപ്പോൾ ഈ ഡോറ് തുറക്കാൻ വേണ്ടി, ഈ കുട്ടികൾ ഈ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റോളം ഏകദേശം ഒരു സ്പെൻഡ് ആവാനുള്ള, കാരണം ആദ്യത്തെ കുട്ടി നോക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ തുറക്കുന്നില്ല.
പിന്നെ ആ കുട്ടി പോയി. അതിനുശേഷം മറ്റൊരു കുട്ടി വന്ന് പിന്നെ അവർ കണ്ടു, കസേര എടുത്തു, മുകളിലൂടെ നോക്കി. അതിനുശേഷം ഇത് എല്ലാവരും കൂടി കൂടുന്നു. അതിനുശേഷം ഡോർ തുറക്കുന്നു. ഏകദേശം ഒരു 3 മിനിറ്റ്, എന്തായാലും 3 മിനിറ്റിൽ കൂടുതൽ ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ പിന്നീട് അച്ഛൻ വരുന്നു അല്ലെ? അച്ഛൻ വന്നിട്ട് CPR കൊടുക്കുന്നു. ഉടനെ തന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ മാനേജ്മെന്റിന്റെ ഇടയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഘട്ടത്തിൽ നടക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. മാനേജർ അച്ഛനെ അറിയിക്കുന്നു. മാനേജർ അച്ഛൻ ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി CA ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം കോളേജിൽ നടന്നു, ആത്മഹത്യാ ശ്രമം നടന്നു എന്ന് തന്നെ മാനേജർ അച്ഛൻ CA അറിയിക്കുന്നുണ്ട്. ആദ്യമേ ശ്രദ്ധേയമായി അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുന്നുംഭാഗത്തുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലാണ്. അപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മാനേജർ അച്ഛൻ കൃത്യമായി തന്നെ അറിയിക്കുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എവിടെയും നമുക്ക് സിസ്റ്റർ മായയെ കാണാൻ സാധിക്കുന്നില്ല. ഇല്ല, സിസ്റ്റർ മായ ഈ റൂമിലേക്ക് കയറിയിട്ട് തന്നെയില്ല. ഈ റൂമിലുണ്ടായിരുന്ന സിസ്റ്റർ ഷോളിയാണ്. പക്ഷെ മായ സിസ്റ്ററിനെ ചുറ്റിപ്പറ്റിയാണ് പല കിംവദന്തികളും നടക്കുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമൽജ്യോതിയിൽ അരങ്ങേറിയ സമരത്തിലൊക്കെ വിദ്യാർത്ഥികൾ ഒരു ഇരയായി അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സിസ്റ്റർ മായ. അപ്പോൾ സിസ്റ്റർ മായ ആ ഒരു ഘട്ടത്തിൽ അവിടെയൊന്നും ഉണ്ടായിരുന്നു? ഇല്ല, സിസ്റ്റർ മായ റൂമിലേക്ക് കയറിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ റൂമിലോട്ട് കയറിയിട്ടില്ല. റൂമിലുണ്ടായിരുന്നത് മറ്റു 3 പേരാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിൻസി, സിസ്റ്റർ ഷോളി, മറ്റേ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനി, ഇവരാണ് ആ റൂമിലുണ്ടായിരുന്നത്. മായ സിസ്റ്റർ പിന്നീട് രംഗത്തേക്ക് വരുന്നത്, മായ സിസ്റ്ററാണ് ഈ കുട്ടികളെ കൊണ്ടുപോയ വാഹനത്തിൽ, ഒരു വാഹനത്തിലുണ്ടായിരുന്ന മായ സിസ്റ്ററാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇവർ അധികം സമയമെടുക്കാതെ തന്നെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അതിന്റെ CCTV ആയിട്ട് പോലീസ് എല്ലാം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ അറിയുന്നത്. ഹോസ്പിറ്റലിലേക്ക് എത്തുവാനെടുത്ത സമയം 7 മിനിറ്റാണ്. ഈ ഫാദർ റോബിൻ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇവിടേക്ക് എത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയം ഏകദേശം 5 മിനിറ്റിനുള്ളിൽ ഇതെല്ലാ കാര്യങ്ങളും, CPR കൊടുക്കുന്ന അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും, കുട്ടിയെ താഴേക്ക് ഇറക്കുന്നു, ഇതെല്ലാം 5 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞതായിട്ടാണ് CCTV പരിശോധിക്കുമ്പോഴും പിന്നെ അച്ഛൻ്റെ മൊബൈലിലേക്ക് വന്ന കോള് പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ഡിലേ ഒന്നും അവിടെ നടന്നിട്ടില്ല. പിന്നീട് അവര് ആ റൂം ലോക്ക് ചെയ്യുന്നു. അത് ഹോസ്റ്റൽ അധികൃതർ തന്നെ ആ റൂം ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ 2 വണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്റ്റലിൽ നിന്ന് 2 വണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു വണ്ടിയിൽ ഈ പറഞ്ഞ റോബിനച്ചൻ, ഈ പറയുന്ന റോബിനച്ചനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. റോബിനച്ചൻ ലോഹയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ മറ്റു രീതിയിലുള്ള ആരോപണങ്ങളും അവിടെ വന്നിരുന്നു. പിന്നെ മുൻ സീറ്റിലിരുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയും റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. പിന്നില് റിൻസി, അതോടൊപ്പം തന്നെ ഫാദർ കാർലോസ്, ഇത്രയും പേരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ തൊട്ട് പിന്നിലത്തെ വാഹനത്തിലാണ് സിസ്റ്റർ മായ, ജിൻസച്ചൻ, പിന്നെ ആ വാഹനം ഒരു ഡ്രൈവറാണ് ഓടിച്ചിരുന്നത്. അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ 2 വാഹനങ്ങളിലായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ജീവന്റെ ഒരു തുടിപ്പ് അവർക്കുള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് അവർ ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തതെങ്കിലും തൊട്ടടുത്തുള്ള മേരി ക്യൂൻ ഹോസ്പിറ്റലിലേക്കാണ് എത്തുന്നത്. ഏകദേശം 7 മിനിറ്റാണ് അവിടേക്ക് എത്തിയിരിക്കുന്ന സമയം. അത് CCTV ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ ഏകദേശം ഈ അസ്വാഭാവികമായിട്ടുള്ള ഒരു ഡിലേ ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില വികാരങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ഒരു വിവേകത്തെക്കാൾ ഉപരി ചില വികാരങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ഒരു ഘട്ടത്തിലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏകദേശം 10 മിനിറ്റ് താഴെ മാത്രമാണ് ഹോസ്റ്റലിൽ ഒരു സമയം എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 7 മിനിറ്റിനുള്ളിൽ തന്നെ തൊട്ടടുത്ത മേരി ക്യൂൻസ്, 26-ലുള്ള മേരി ക്യൂൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. കാരണം ശ്രദ്ധയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. കാരണം പോകുന്ന വഴിക്ക് ഒരു ജീവന്റെ ചെറിയൊരു തുടിപ്പ് അവർക്ക് അരുൺ പറഞ്ഞതുപോലെ ഒരു ഫീൽ ചെയ്തതിനാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആദ്യമേ തന്നെ ഈ റോബിനച്ചൻ ഹോസ്പിറ്റലിലെ PRO, മേരി ക്യൂൻസ് ഹോസ്പിറ്റലിലെ PROയോട് പറയുന്നുണ്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് നടന്നിരിക്കുന്നത്, ആ ഒരു പേഷ്യന്റിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൃത്യമായി തന്നെ PROയോട് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മാനേജർ അച്ഛൻ കാഞ്ഞിരപ്പള്ളി CA ആയിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുന്നുംഭാഗത്തുള്ള ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകുന്നതെന്ന് മാനേജർ അച്ഛൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സിയോട് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകുന്നത്, മേരി ക്യൂൻസിലേക്കാണ് കൊണ്ടുപോകുന്നത്, സിയോടും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് നടന്നിരിക്കുന്നതെന്ന് ആദ്യമേ പോലീസിനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹോസ്പിറ്റൽ അധികാരികളെയും കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നീടുണ്ടായ തിങ്കളാഴ്ച നടന്ന സമര കോലാഹലങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ ഹോസ്റ്റൽ അധികൃതർ, പ്രത്യേകിച്ച് മായ സിസ്റ്ററും അച്ഛന്മാരും ഒക്കെ ഈ ഹോസ്പിറ്റലിനോട് പറഞ്ഞത് ഈ ശ്രദ്ധ കുഴഞ്ഞു വീണതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ. ആ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ആ സംഭവത്തിന്റെ പിന്നാമ്പുറത്തുള്ളത് അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഒരു യുവാവാണ്. ആ യുവാവ് അവൻ കാണുന്ന കാര്യങ്ങളാണ് അവൻ വിശദീകരിക്കുന്നത്. അപ്പൊ അവൻ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ വന്നവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് കേസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരിക്കലും ഒരു മരിച്ചൊരു കേസായിട്ടല്ല അവിടെ ചെല്ലുന്നത്. അവിടേക്ക്
ജീവനുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുട്ടിയെയും കൊണ്ട് ചെല്ലുന്നത്. ആ മാത്രമല്ല, കുട്ടിയുടെ അതെ അതെ, ഒരു ആക്സിഡന്റ് കേസ് ഒന്നും അല്ല, ഇതൊരു അതെ അതെ അസ്വാഭാവികമായിട്ടൊരു മരണം. അപ്പം ഈ ഇൻ കേസ് ശ്രദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധയുടെ ഒരു പ്രൈവസിയെ നാം മാനിക്കേണ്ടതുണ്ടല്ലോ. ശ്രദ്ധയുടെ ഒരു ഭാവിയെ കരുതി അവിടെ കൂടി നിന്ന നാട്ടുകാരോട് ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന് ഒരിക്കലും പറയത്തില്ല. ഒരു വിവേകത്തോടു കൂടി തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറഞ്ഞ വ്യക്തി പ്രവർത്തിച്ചത്. പക്ഷെ അറിയിക്കേണ്ടവർ അവർ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കുന്നു, അതിനുശേഷം മരണം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ECG എടുക്കുന്നു. ഒടുവിൽ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മരണം കൺഫേം ആവുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞ് കോളേജിലെ തന്നെ ചില കുട്ടികൾ അവിടെ വന്നിരുന്നുണ്ട്. ആ കുട്ടികളും ഈ യുവാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് പിന്നീട് വലിയൊരു പ്രചരണമായിട്ട് മാറുകയാണ്. കുട്ടികളുടെ ഇടയിൽ അത് പ്രചരണമായിട്ട് മാറാണ്. ആ കാര്യം ഈ കുട്ടി ശ്രദ്ധയുടെ വീട്ടിൽ ഈ കുട്ടികൾ സംസ്കാര ശുശ്രൂഷകൾക്കായിട്ട് ഏകദേശം ഒരു വാഹനം നിറയെ കുട്ടികളും അതുപോലെ മാനേജറും ഹോസ്റ്റലിലെ ബന്ധപ്പെട്ട വൈദികരും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭാഷണമാണ് ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. ഹോസ്റ്റൽ അധികൃതർ മനഃപൂർവ്വം ഈ ശ്രദ്ധയ്ക്ക് എന്താണ് പറ്റിയതെന്ന് മറച്ചു വെച്ചു. പക്ഷെ ഒരിക്കലും ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെ മറച്ചു വെക്കേണ്ട യാതൊരു കാരണവുമില്ല. ഈ സംഭവം നടന്നപ്പോൾ ഉടനെ തന്നെ പോലീസിനെ റിപ്പോർട്ട് ചെയ്തു. ഈ PR പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നൊരു കാരണം ഹോസ്പിറ്റൽ രേഖകളിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ രേഖ ആർക്ക് വേണമെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ഒരു രേഖ കൂടിയാണ്. അതായത് ഒറ്റയ്ക്ക് നടന്നൊരു സംഭവമല്ലല്ലോ. കാരണം ഹോസ്റ്റലിലത്തെ എല്ലാ കുട്ടികളും അറിഞ്ഞു കഴിഞ്ഞൊരു കാര്യം. ആ കാര്യം കാട്ടുതീ പോലെ ബാക്കി എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവരും ലോജിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ. പിന്നെ ഈ ശ്രദ്ധയുടെ മാതാപിതാക്കളോട് ഈ ഒരു ദാരുണ സംഭവത്തെ കുറിച്ച് മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ വീഴ്ച സംഭവിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഈ ഒരു കാര്യം മാനേജർ അച്ഛൻ അറിഞ്ഞപ്പോൾ തന്നെ ഈ മാനേജർ അച്ഛൻ ഈ ഫുഡ് ടെക്നോളജി HODയോട് പറയുന്നുണ്ട് ശ്രദ്ധയുടെ മാതാപിതാക്കളെ അറിയിക്കുക. പക്ഷേ ഈ ഒരു സംഭവം ആണ് എന്നല്ല പറയാൻ പറഞ്ഞത്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. കാരണം ആ ഒരു സമയത്ത് അച്ഛന്റെ വിവേകം യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഒരു മരണപ്പെട്ട വരണം എന്നൊരു കാര്യമാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ മരണം കൺഫേം ചെയ്യുമ്പോൾ ഈ ഹോസ്റ്റലിന്റെ അധികാരിയായ റോബിൻ അച്ഛൻ തന്നെ ഈ HODയുടെ ഫോണിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ശ്രദ്ധ പോയി എന്നൊരു കാര്യം പറയുന്നുണ്ട്. കാരണം അവരങ്ങനെ പറയാൻ കാരണം ഈ ഒരു കാര്യം കാട്ടുതീ പോലെ അരുൺ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. മറ്റ് ഓൺലൈൻ മീഡിയസിൽ വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റു വ്യക്തികൾ വഴി മാതാപിതാക്കൾ അറിയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉചിതം ഈ ഹോസ്റ്റൽ അധികാരികൾ തന്നെ മാതാപിതാക്കളെ അറിയിക്കുന്നതാണ്. കാരണം അവരുടെ മാതാപിതാക്കളുടെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാതാപിതാക്കൾ നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്റ്റൽ അധികാരികൾ അല്ലെങ്കിൽ കോളേജ് അധികാരികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് തന്നെയാണ് പലരുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പിന്നീട് ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലും ഈ കോളേജ് അധികാരികൾ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് അവർ സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നടന്ന മോർച്ചറിയിലേക്ക് ബോഡി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഹോസ്റ്റലിന്റെ ഈ റൂമിന്റെ അപകടം നടന്ന ഈ റൂമിന്റെ കീ പോലീസ് പിന്നീട് എത്തി അവർക്ക് കൈമാറുന്നുണ്ട്. ഏകദേശം ഈ ശ്രദ്ധേനെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന സമയം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത്. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം കീ കൈമാറുന്നുണ്ട്. ആ കീ കൈമാറിയതിന് ശേഷം ആ റൂമിന്റെ കസ്റ്റോഡിയൻ പോലീസാണ്. പിന്നീട് ശ്രദ്ധയുടെ പേരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കോളേജ് അധികാരികൾ ഒരിക്കലും അവരെ കോണ്ടാക്ട് ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ അവരുടെ ശ്രദ്ധയുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് എത്തി. പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം അത്ര നല്ലതായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് അവിടെ മറ്റൊരു സീൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അവിടെ പേരൻസിനെ കാണാൻ സാധിക്കാതെ വന്നു. കാരണം മരണവുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളും ആ സമയത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് മാനേജ്മെന്റിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അല്പസമയത്തിനുള്ള അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മാനേജ്മെന്റിനെ ടാർഗറ്റ് ചെയ്ത് പല പ്രചരണങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പല തെറ്റിദ്ധാരണകൾ അവിടെ കൂടിയിരുന്ന ബന്ധുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും പ്രചരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻജെക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത്ര ഒരു സുഖകരമായിട്ടുള്ള സാഹചര്യം ആയിരുന്നില്ല അവിടെ. അതെ, അതുകൊണ്ട് തന്നെ അവർക്ക് പേരൻസിനെ ആശ്വസിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് കറക്റ്റ്. പിന്നീട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ജൂൺ മാസം 4-ാം തീയതി, അതായത് ഞായറാഴ്ച, ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് ശനിയാഴ്ചയാണ്. അവിടെ മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള പങ്കാളിത്തം എല്ലാം ഉണ്ട്. അവർ കൃത്യമായി തന്നെ അതിൽ സഹകരിക്കുന്നു. ഈ ജൂൺ മാസം 4-ാം തീയതി ഞായറാഴ്ച കോളേജ് മാനേജ്മെന്റ്, പ്രത്യേകിച്ച് കോളേജ് മാനേജർ മാത്യു പായ്ക്കാട്ടച്ചൻ ഈ കോട്ടയം SP ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഈ ശ്രദ്ധയുടെ മരണത്തിലുള്ള
സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക, അത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് മാനേജർ അച്ഛൻ ഞായറാഴ്ച, അത് ഡേറ്റ് ശ്രദ്ധിക്കണം, ജൂൺ മാസം 4-ാം തീയതി ഞായറാഴ്ച അച്ഛൻ തന്നെ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതിന്റെ കുറ്റവാളികൾ ആരാണ്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, ഈ മാനേജ്മെന്റിന്റെ ഭാഗത്താണെങ്കിൽ അതും കൃത്യമായി കണ്ടെത്തണം, അതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോട്ടയം SP ഒരു കത്ത് എഴുതുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസമാണ്, ജൂൺ മാസം 5-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചൊരു സമര കോലാഹലങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ജൂൺ മാസം 5-ാം തീയതി അവിടെ ഒരു അനുശോചന യോഗം നടക്കുന്നു. അനുശോചന യോഗം നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു ഗ്യാതറിംഗ്, ഒരു കൂടിച്ചേരൽ അവിടെ നടക്കുന്നുണ്ട്. അവർ പൊടുന്നനെ ഒരു സമരത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു. പ്രത്യേകിച്ച് ആ ഒരു കാര്യങ്ങളെ പറ്റി ഒന്നും മാനേജ്മെന്റ് കൃത്യമായിട്ട് ഇവരെ അറിയിക്കുന്നില്ല. അവർ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രമേ, സമരത്തിന്റെ കാരണവും പറഞ്ഞില്ല, അതുപോലെ മാനേജ്മെന്റുമായിട്ട് ഒരു ഡിസ്കഷൻ പോലും നടത്താതെ നേരെ ഒരു സമരം തുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടം തൊട്ടാണ് ചെറിയ ട്വിസ്റ്റുകൾ ഈ കാര്യത്തിൽ വരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഈ സമരത്തിന്റെ കാരണങ്ങൾ കൃത്യമായി മാനേജ്മെന്റിനെ അറിയിച്ചിട്ടില്ല എന്നാണ് മാനേജ്മെന്റിന്റെ ഭാഷ്യം. പിന്നീട് ഈ ഒരു സമരം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പുറമേ നിന്നുള്ള സംഘടന, നമുക്കറിയാം അമൽജ്യോതി കോളേജ് ഒരു രാഷ്ട്രീയ മുക്തമായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്ന ഒരു ക്യാമ്പസ് അല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിറ്റോ മറ്റോ ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. അത് കൃത്യമായി തന്നെ ഈ ലിങ്തോ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് യൂണിയനാണ്. ആ യൂണിയനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സപ്ലൈ ഒന്നും പാടില്ല, അങ്ങനെ കുറെ നിബന്ധനകളുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻസ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിറ്റോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം SFIയുടെ ജില്ലാ കമ്മിറ്റി ഈ ഒരു സംഭവത്തിന്റെ ഈ ഒരു സമരം ഏറ്റെടുക്കാനുള്ള ഒരു സൂചന ലഭിക്കുന്നു. ഏകദേശം 1 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, പലരും പറയുന്ന ഒരു പ്രതികരണം അനുസരിച്ച് ഏകദേശം 4ഓളം ടൂറിസ്റ്റ് ബസ്സുകളിൽ അല്ലെ പ്രവർത്തകർ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ആ കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റിലേക്ക് നടന്നെടുക്കുന്നു. സാധാരണ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളിലും പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ ഒരു അസ്വാഭാവികത നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. കാരണം ഇങ്ങനെ ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സമരം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത്ഭുതകരമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഇതിനു വേണ്ട ചെലവുകൾ, ഈ വന്ന സ്റ്റുഡൻസിനുള്ള അല്ലെങ്കിൽ SFI പ്രവർത്തകർക്കുള്ള ചെലവ്, ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല അരുൺ, ഈ കുട്ടികളുടെ ചില പ്രതികരണങ്ങളുണ്ട്. ചില കുട്ടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ചില പ്രതികരണങ്ങളുണ്ട്. അതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു ആവേശം പല പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശ്രദ്ധയുടെ ആത്മഹത്യയിൽ നീതി ലഭ്യമാക്കുകയായിരുന്നോ, അതോ മാനേജ്മെന്റിനെ കരിവാരി തേക്കുകയാണ്? പ്രത്യേകിച്ച് വൈദികരെയും സന്യസ്തരെയും അവരുടെ വേഷവിധാനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ, അവരെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ശ്രദ്ധ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് HODയുടെ ഇടപെടലുകളാണ്. HODയുടെ ഇടപെടലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യം, അത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കേണ്ടതാണ്, പോലീസിന് അതിന്റെ സത്യം കണ്ടെത്തേണ്ടതാണ്. പക്ഷെ HODയിൽ നിന്ന് മാറി കോളേജ് മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള സിസ്റ്റർ മായ അവിടെ ആ ഏരിയയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കോളേജിൽ ഈ മൊബൈൽ പിടിച്ചെടുത്ത കാര്യം പോലും സിസ്റ്റമായക്ക് അറിയണമെന്നില്ല. കാരണം കോളേജിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അവിടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളിലൊക്കെ സിസ്റ്റമായക്കെതിരെ, കോളേജ് മാനേജ്മെന്റിനെതിരെ, പ്രത്യേകിച്ച് വൈദികരെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു ആവേശം പല കുട്ടികളുടെയും പ്രതികരണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ഏകദേശം നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം 250ഓളം കുട്ടികളാണ് ഈ സമര മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അതിൽ പലരും മാനേജ്മെന്റിന്റെ, എല്ലാവരുമല്ല പലരും, ചിലരൊക്കെ മാനേജ്മെന്റിന്റെ ചില ഡിസിപ്ലിനറി ആക്ഷൻസിന് വിധേയരായിട്ടുള്ളവരാണ്. പലർക്കും സപ്ലിമെന്ററി പേപ്പേഴ്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വന്ന ചില പ്രതികരണങ്ങൾ മാത്രമല്ല, ചിലർ ഈ കുട്ടികളെ ഒരു കരുവാക്കിയോ എന്നുകൂടി നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മാനേജ്മെന്റിനെതിരെ ഈ സമരം വഴിതിരിച്ചുവിടുവാൻ, ഈ ശ്രദ്ധയുടെ ആത്മഹത്യയെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു ആവശ്യം മുന്നിൽ നിർത്തുക, അതിനേക്കാളൊക്കെ ഉപരി മാനേജ്മെന്റിനെ തകർക്കുക, അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിനെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്നൊരു ആവശ്യമാണ് പ്രൊമിനന്റ് ആയിട്ട് ഒരു ഘട്ടത്തിൽ ആ ഒരു സമരത്തിന്റെ ഒരു ഡയറക്ഷൻ. ചില മീഡിയകളൊക്കെ പറയുന്നത്, അതായത് ക്രൈസ്തവ മാനേജ്മെന്റ്, അതായത് അമൽജ്യോതി മാനേജ്മെന്റ് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷെ അതേ മാധ്യമങ്ങളുടെ തന്നെ ചില റിപ്പോർട്ടിങ്ങൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും അവർ മാനേജ്മെന്റിന്റെ വേർഷൻ പോലും പറയാനായിട്ട് മെനക്കെടുന്നില്ല. കുട്ടികളുടെ വേർഷൻ മാത്രം, അതായത് സെലക്റ്റീവായിട്ടുള്ള വേർഷൻസ് മാത്രം പറയുന്നു. അതിനുള്ളൊരു മറുപടി ഇവിടെ കൃത്യമായിട്ട് മാനേജ്മെന്റ് നൽകിയിട്ടുള്ള മറുപടി എടുക്കുമ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാതെ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിങ്ങുകളും ചില പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ നേരത്തെ ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഇത്തരത്തിലുള്ള സമരം
ചെയ്തവരാണോ അല്ലെങ്കിൽ ഈ സമരത്തെ നോക്കിക്കണ്ടവരാണോ ഈ സമരത്തെ വർഗീയമായി ചിത്രീകരിച്ചത് എന്നൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഈ ക്രൈസ്തവ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ഒരറ്റത്ത് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വൈദികരോ സന്യസ്തരോ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പിന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇവരാണ് കുറ്റക്കാർ. ആ തരത്തിലേക്കാണ് പിന്നെ സമരങ്ങൾ, ആ തരത്തിലേക്കാണ് പിന്നെ പ്രതികരണങ്ങൾ, ആ തരത്തിലേക്കാണ് പിന്നെ പല ചാനൽ ചർച്ചകളും. പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുത പോലീസൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് ഒരു കാര്യം പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു കൺക്ലൂഷനോ ഒരു സൂചന പോലും നൽകാതെ ഇവരാണ് കുറ്റക്കാർ. അത് ഈ ഒരു കേസിൽ മാത്രമല്ല, പല കേസുകളും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു കേസ്, അതിന്റെ മെറിറ്റിലേക്ക് ഡിമെറിറ്റിലേക്ക് നാം പോകേണ്ടതില്ല. ആ ഒരു സമരം കത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ വഞ്ചി സ്ക്വയറിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. അവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ അവർക്ക് പോലും മനസ്സിലാകാത്ത മുദ്രാവാക്യങ്ങൾ പ്ലക്കാർഡിൽ എഴുതി ആ പ്ലക്കാർഡുകൾ കയ്യിൽ കൊടുത്ത് വഞ്ചി സ്ക്വയറിൽ അണിനിരത്തേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അതിൽ പല അസ്വാഭാവികതയുമുണ്ട്. ആ കൂട്ടർ തന്നെ ഈ ഫ്രട്ടേണിറ്റി പോലുള്ള സംഘടനകൾ തന്നെ ഈ കൈക്കുഞ്ഞുങ്ങളെയും കൈകളിൽ ഏന്തിക്കൊണ്ട് ചില വനിതകൾ അമൽജ്യോതി കോളേജിനെതിരെ സമരം നടത്തുന്നു. പക്ഷേ സമരം നടത്തിക്കോട്ടെ, സമരം നടത്തുവാനുള്ള അവകാശവും നമ്മൾ ഈ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു 3 ആഴ്ച മുമ്പാണ്, ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് ബാലരാമപുരത്ത് അസ്മിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത്. ഒരു പക്ഷേ ഈ കേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതും ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടതുമായ ഒരു ആത്മഹത്യയായിരുന്നു അത്. അതിന്റെ വിഷയങ്ങളിലേക്ക് ഡീറ്റെയിലേക്ക് അതിൽ പോകുന്നില്ല. പക്ഷെ ആ ഒരു വിഷയത്തിൽ ഒരാളും പ്രതികരിച്ചു കണ്ടില്ല. ഇത്തരം സംഘടനകൾ അവിടേക്ക് വരുന്നത് കാണുന്നില്ല. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് പാലക്കാട് MESലെ ഈ മരണത്തിന് ശേഷം അസറിലുണ്ടായ സംഭവങ്ങള്, ഈ അൽ-അസറിൽ നടന്ന സംഭവം, ഇപ്പം അരുൺ സൂചിപ്പിച്ച കാര്യം, ഈ അമൽജ്യോതിയിൽ ഈ സമര പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെയാണ് ഈ അൽ-അസറിൽ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഈ ഇപ്പൊ നടന്ന ആത്മഹത്യയിൽ നീതി ലഭ്യമാക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് ഈ അൽ-അസറിൽ ഇവരുടെ ഒരു സമരാവേശം നമുക്ക് കാണാൻ സാധിച്ചില്ല? നേരത്തെ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് സ്ഥാപനത്തിലേയും സമരം ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട്, നിയമം അനുശാസിക്കുന്ന രീതിയിൽ സമരം ചെയ്യുവാൻ. പക്ഷേ ഈ ഒരു സമരം സെലക്റ്റീവായി പോകുമ്പോഴാണ് പലപ്പോഴും പല സംശയങ്ങൾക്കും ഇതിന് പിന്നിൽ ചില ഗൂഢതന്ത്രങ്ങളുണ്ടോ, ഇതിനെ മനഃപൂർവ്വം ക്രൈസ്തവ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ മനഃപൂർവ്വം ആക്രമിക്കുവാനുള്ള ഒരു ആയുധമാക്കി ഇത്തരം സംഭവങ്ങളെ ഇവർ മാറ്റുന്നുണ്ടോ? ശ്രദ്ധയുടെ ആത്മഹത്യ തീർച്ചയായും അപലപിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. അതൊരു ചെറിയ സംഭവമല്ല, അതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല. അത് ഒരിടത്തും ഒരു ഇപ്പൊ അമൽജ്യോതിയിൽ മാത്രമല്ല, ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിനും സംഭവിച്ചു കൂടാത്തൊരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം അമൽജ്യോതി മാനേജ്മെന്റ് ആണ് കുറ്റക്കാരെന്ന് ആരും ഒരു നിയമ സംവിധാനം പറഞ്ഞിട്ടില്ല. അതൊരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പ് ഇവർ നേരെ കോളേജ് മാനേജ്മെന്റിനെതിരെ തിരിയുന്നു. പക്ഷെ മറ്റ് സമാനമായ സംഭവങ്ങൾ നടന്നിടത്തേക്കൊന്നും ഇവരെ കാണുന്നില്ല. ഈ പറഞ്ഞ ഫ്രട്ടേണിറ്റി ഗ്രൂപ്പിനെ കാണുന്നില്ല, ഈ പറഞ്ഞ പല ഇടതുപക്ഷ സംഘടനകളെയും കാണുന്നില്ല. അവിടെയാണ് സംശയം വരുന്നത്. ഇതിനൊരു വർഗീയ നിറം പകരുന്നത് ആരാണ്? അങ്ങനെ ഒരു സാഹചര്യത്തില് കാഞ്ഞിരപ്പള്ളി രൂപതയോ അല്ലെങ്കിൽ അമൽജ്യോതി കോളേജിന്റെ മാനേജ്മെന്റോ ഇക്കാര്യങ്ങളിലെ ഇങ്ങനൊരു നിറം കണ്ടു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഇതാണ്, അതായത് പല ക്യാമ്പസുകളും, കേരളത്തിലെ പല ക്യാമ്പസുകളിലും അരാജകത്വം നടമാടുന്ന കാഴ്ച, അധാർമികത നടമാടുന്ന കാഴ്ച, ഈ ലോജിക്കില്ലാത്ത ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടമാടുന്ന കാഴ്ച. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പല ക്രൈസ്തവ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് വളരെയധികം ഉന്നത നിലവാരം പുലർത്തുന്നു, കർശനമായിട്ടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കത്തോടു കൂടിയുള്ള പഠന സംവിധാനങ്ങളൊക്കെ. അപ്പോൾ തങ്ങളുടെ ചില അജണ്ടകൾ, തങ്ങളുടെ ചില അരാജകത്വ സ്വഭാവങ്ങൾ, അധാർമിക പ്രവർത്തനങ്ങൾ ഇത്തരം ക്യാമ്പസുകളിൽ നടത്താൻ സാധിക്കാത്തതിന്റെ ഇച്ഛാഭംഗത്തിന്റെ ചില പ്രതിഫലനം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അമൽജ്യോതിയിൽ ഇറങ്ങേറിയ സമര പരമ്പരകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ ആ മേഖലയുടെ പ്രത്യേകതകൾ തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാകും. അവിടെ അമൽജ്യോതി കോളേജാണ് ആക്രമിക്കപ്പെടുന്നത്. അതല്ലാതെ ശ്രദ്ധയ്ക്ക് നീതി ലഭിക്കുക എന്ന വിഷയത്തിൽ നിന്നൊക്കെ പിറ്റേ ദിവസമായപ്പോഴേക്കും സമരം കൈവിട്ടുപോയി. അവര് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരിക്കലും ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, മറ്റു ചില വിഷയങ്ങളാണ് അവർ ഈ കുട്ടികളെല്ലാം ഏറ്റുപറയുന്നത്. ഈ കോളേജിൽ നടപ്പാക്കിയ ചില അച്ചടക്കം അല്ലെങ്കിൽ കർശനമായിട്ടുള്ള മാനേജ്മെന്റിന്റെ നിലപാടുകൾ. അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമൽജ്യോതിയിലെതിരെയുള്ള സമരമായിട്ട് മാറ്റി അമൽജ്യോതിയുടെ സൽപ്പേര് കളയുക, അമൽജ്യോതി കോളേജിനെ ഇല്ലാതാക്കുക, മറ്റാർക്കെങ്കിലും അതിനുവേണ്ടി വളരാനുള്ള ഒരു വളം ഉണ്ടാവുക. അതെ. കാരണം ഉന്നത നിലവാരത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തെ കരിവാരി തേക്കുക എന്നൊരു അജണ്ടയിലേക്ക് പിന്നീടുള്ള സമയങ്ങളിൽ, പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ഒരു സമരത്തിന്റെ ഗതി മാറുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു. വിദ്യാർത്ഥികളെ പോലും ഇവർ കരുവാക്കി അവരുടെ മനസ്സിൽ ഇത്തരം വിഷചിന്തകൾ ഇഞ്ചക്ട് ചെയ്ത് ഈ സമരം ഇത്തരത്തിൽ വഴിമാറ്റപ്പെടുന്ന ഒരു കാഴ്ചയ്ക്കാണ് പിന്നീട് നാം സാക്ഷ്യം വഹിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയുടെ ആത്മഹത്യയുടെ കാരണം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പോലീസ് അന്വേഷണത്തിലാണത്.
പോലീസിന്റെ കയ്യിലെ ശ്രദ്ധ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും പോലീസിന്റെ കയ്യിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതല്ല ഇപ്പോഴത്തെ വിഷയം. ഈ സമരത്തെ വഴിതിരിച്ചു അവരുടെ ഗൂഢാലോചനകൾ അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടാകാം. ഈ 30 ദിവസത്തെ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് ശ്രദ്ധ കോളേജിലേക്ക് വരുന്നത്. കോളേജിൽ കാലുകുത്തി ഏകദേശം ഒരു 48 മണിക്കൂറിനുള്ളിൽ ശ്രദ്ധ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ 30 ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ശ്രദ്ധയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ഒരു ഡയറക്ഷനിൽ കൂടി പോലീസ് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അല്ലെ? ഒപ്പം തന്നെ ഈ മൊബൈലും ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ. ഈ മാനേജ്മെന്റുമായി നാം പലപ്പോഴും അവരുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒരു തരത്തിലും ഒരു അന്വേഷണത്തെയും അവർ ഒരു തടസ്സം നിൽക്കുന്നില്ല. ഏത് അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ HOD ആയിക്കോട്ടെ, HOD ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണം HOD ചോദ്യം ചെയ്യുന്നില്ല, ഒരു തടസ്സമൊന്നും പറയുന്നില്ല. കാരണം സത്യം പുറത്തു വരണം. കാരണം ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും യഥാർത്ഥ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് അമൽജ്യോതിക്കാണ് നന്മയായിട്ട് വരിക. പക്ഷെ യഥാർത്ഥ സത്യം പുറത്തു വരാതിരിക്കുക എന്നുള്ളതാണ് ചിലവരുടെ ഗൂഢാജണ്ടകൾ. അതുകൊണ്ടാണ് അവർ സമരത്തെ മറ്റൊരു രീതിയിലേക്ക് അത് വഴിതിരിച്ചുവിട്ട് അവർക്ക് മാക്സിമം ഗോൾ അടിക്കുക അല്ലെങ്കിൽ അവർക്ക് മാക്സിമം അവരുടെ ലക്ഷ്യങ്ങൾ സാധിക്കുക എന്ന നിലയിലേക്ക് പോയത്. ഒരുപിടി നല്ല സ്വപ്നങ്ങളുമായി കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച മിടുക്കി കുട്ടിയായിരുന്നു ശ്രദ്ധ. ശ്രദ്ധയുടെ ആത്മാവിന് നീതി ലഭ്യമാക്കുവാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. ശ്രദ്ധയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണോ, അത് മാനേജ്മെന്റ് ആണോ അതോ മറ്റേതെങ്കിലും ശക്തികളാണോ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കാണിക്കണം. ഒപ്പം ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട് ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്താതെ കൃത്യമായ രീതിയിലുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുവാൻ, കൃത്യമായ ഒരു ഇതിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് സംവിധാനത്തിന് തീർച്ചയായും സാധിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മുതലെടുത്ത് അതിനെ ആയുധമാക്കി പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വാളോങ്ങുന്നവരുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം കൂടുതൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങളെ കരിവാരി തേക്കുന്ന ഇത്തരം സമരങ്ങളിലെ ഗൂഢ അജണ്ട കൂടി പുറത്തു കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയും പോലീസ് സംവിധാനങ്ങൾ ഇവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയ സഹോദരി ശ്രദ്ധയുടെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.